ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്താണ്. കുമിളിക്ക് നിന്ന് വണ്ടിപ്പെരിയാറിന് വന്ന് വണ്ടിപ്പെരിയാറ്റിൽ നിന്ന് ഈ കട്ടപ്പനയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ തേയിലത്തോട്ടം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു മനോഹരമായൊരു സ്ഥലം, അതിമനോഹരമായ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ആ ഭംഗി കണ്ടപ്പോൾ എനിക്കൊന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കുന്നത് തോന്നി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഒന്ന് കയറി ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. നല്ല കൊളുന്തൊക്കെ എടുക്കാറായി പാകത്തിന് നിൽക്കുന്ന ഒരു തേയിലത്തോട്ടമാണ്. അപ്പോൾ ഈ കൊളുന്താണ് ഇനി എടുക്കാൻ സമയമായി. രാവിലെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ആൾക്കാരൊക്കെ വരും. അപ്പോൾ ഇച്ചിരി മുകളിലേക്ക് കയറി ചെന്നിട്ട് നോക്കി. അവിടെ ഇതിനകത്ത് ഏറ്റവും മനോഹരമായി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മരം പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ചായ കുടിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലയും ഒരു തിരിയും. ഇത് കണ്ടോ, ഇതാണ് ശരിക്കുമുള്ള കൊളുന്ത്. 2 ഇലയും ഒരു തിരിയും. ചായ കുടിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് ഈ ചായയെക്കുറിച്ചൊന്ന് അറിയുകയും ചെയ്യണ്ടേ. സാധാരണ തേയിലക്കമ്പനിയുടെയൊക്കെ പരസ്യത്തിനകത്ത് നമ്മളിങ്ങനെ കാണാറുള്ളത് 2 ഇലയും ഒരു തിരിയും. ഇങ്ങനെ തിരിഞ്ഞെടുക്കുന്ന ഈ തേയില നമുക്ക് വിപണി കിട്ടും. പക്ഷേ ഇത് വില കൂടുതലാണ്. ഇത് മാത്രം, ഈ കൊളുന്ത് മാത്രമായിട്ട് കിട്ടുന്ന തേയില കിട്ടും. നല്ല ടേസ്റ്റായ ഒരു തേയിലയാണിത്. എത്ര മനോഹരമായൊരു സ്ഥലമാണെന്ന് നോക്കി. എനിക്കിത് കണ്ടിട്ടങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു നല്ല സ്ഥലം. ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു 7:30 ആയേ. നല്ല തണുപ്പുണ്ട് രാവിലെ. ഞാൻ എൻ്റെ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നത് ഈ കാണുന്ന ആ റോട്ടിലൂടെയാണ്. അപ്പോൾ ഇതിലങ്ങ് വളഞ്ഞ് തിരിഞ്ഞങ്ങ് പോകുമ്പോൾ സത്യം പറയാൻ ഒരു പ്രത്യേക ഒരു സുഖമാണ്. ഞാനിവിടെ വരുമ്പോൾ പയ്യെ വണ്ടി ഒന്ന് നിർത്തും. എന്നിട്ട് ഈ ശുദ്ധവായു, ഈ കണ്ണിന് ആനന്ദമായ ഈ പച്ചപ്പൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. ടൗണിൽ നിന്ന് ഇച്ചിരി അകത്തേക്ക് കയറിയാണ്. ശബ്ദ കോലാഹലങ്ങളില്ല, ദുർഗന്ധങ്ങളില്ല. നല്ല ഒരു സുഖമാണ് ഇവിടെ ഒരു അല്പസമയം നിൽക്കുമ്പോൾ. എനിക്ക് ഈ തേയില കണ്ടിട്ട് എനിക്കങ്ങ് കൊതി വരികയാണ്. കാരണം ഇത്ര കൊളുന്തിങ്ങനെ നിൽക്കുന്ന തേയിലകൾ ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുവാണ്. എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ, എത്ര മനോഹരമായിട്ടാണ് അതിൻ്റെ നിൽക്കണമെന്ന് നോക്കി. ഇതാണ് നമ്മൾക്ക് ഒറിജിനൽ ചായ ആയിട്ട് ഇനി വരുന്നത്. സാധാരണ തേയിലയുടെ പരസ്യത്തിനകത്ത് ഇങ്ങനെ ഒരു എംബ്ലം കാണും, 2 ഇലയും ഒരു തിരിയും. അപ്പോൾ ഈ 2 ഇലയും ഒരു തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല തേയില ഈ 2 ഇലയും ഒരു തിരിയും കുത്തിയെടുക്കുന്ന, നുള്ളിയെടുക്കുന്ന ആ കൊളുന്താണ്. അതുപോലെ ഈ തേയിലയ്ക്ക് ഒരു പൂവുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ആ പൂവ്. വളരെ മനോഹരമായൊരു പൂവാണ്. ഇതിനൊരു കായ ഉണ്ടാകുന്നുണ്ട്. ഈ തേയിലയ്ക്കൊരു കായുണ്ട്. ആ കായ ഇതാണ്. കായ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ കായ. കായ കടിച്ചാകാം നമുക്ക്. ഒന്നുണ്ട്, ഒരു പരിപ്പൊക്കെ അതിനകത്തുണ്ട്. തേയിലയുടെ രുചിയൊന്നുമില്ല, എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പം ഈ തേയിലത്തോട്ടത്തിനകത്തോടെ ഇങ്ങി വെച്ചിരിക്കുന്ന ഈ മരങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഈ മരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം നല്ല ലൈനായിട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്ന മരങ്ങളാണ്. അപ്പോൾ തേയിലയ്ക്ക് ഈ മരവുമായിട്ട് ഒരു ബന്ധമുണ്ട്. എല്ലാം നല്ല ലൈനായിട്ടാണ് വയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മരങ്ങൾക്കൊന്നും മണ്ടയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ശിഖരങ്ങളെല്ലാം മുറിച്ചിട്ടുണ്ട്. മുകളിലേക്ക് പോകാതെ അതിൻ്റെ മണ്ട മുറിച്ച് കളഞ്ഞ രീതിയിലാണ് ഈ മരം നിൽക്കുന്നത്. എല്ലാ മരത്തിനും
ആ മണ്ട വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് ശിഖരം വന്നിട്ടുണ്ട്. കണ്ടോ? ഈ മരത്തിന് സിൽവർ ഓക്ക് മരം എന്നാണ് പറയുന്നത്. സിൽവർ ഓക്ക് ഇതൊരു നല്ല വിലയുള്ള മരമാണ്. നമുക്ക് ഈ ഫർണിച്ചറുകൾക്കൊക്കെ ഈ മരം ഉപയോഗിക്കാം. ഇതിൻ്റെ മണ്ട മുറിച്ച എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയിലയ്ക്ക് ഒരു 40% തണൽ ആവശ്യമാണ്. അപ്പോൾ വലിയ സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ തേയില നശിച്ചു പോകും. അതുപോലെ തന്നെ ശക്തമായ മഴയും തേയിലയ്ക്ക് പറ്റില്ല. അപ്പോൾ ഈ മഴ പെയ്ത് ഈ മരത്തിൻ്റെ തുള്ളിയെല്ലാം ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ഈ മരത്തിൽ നിന്ന് മരം പെയ്യാന്ന് പറയും. അങ്ങനെ മഴ പെയ്തിട്ടും ഈ മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ ഇറ്റിറ്റ് വീണുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ തേയില നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ മരത്തിൻ്റെ മണ്ട മുറിച്ച് കളയും. വേനൽക്കാലത്ത് 40% തണൽ കിട്ടാൻ വേണ്ടി അവർ ഈ മരത്തിൻ്റെ ശിഖരം മുറിക്കില്ല. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ മരത്തിൻ്റെ ശിഖരം മുറിച്ച് കളയും. അപ്പോൾ സായിപ്പ് കൊണ്ടുവന്ന ഈ തേയിലയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച്, ഇതിൻ്റെ ചെടിയെക്കുറിച്ച് ഒക്കെ പറയാനുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. നിങ്ങൾ ഇത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻ്റൊക്കെ എഴുതണം. അപ്പോൾ തേയിലയുടെ മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.